മന്തായി, അതായത് ഈ ഒരു കൊല്ലം പകുതിയായി. ജനുവരി തുടങ്ങിയപ്പോൾ എന്തൊക്കെ പ്ലാൻസ് ആയിരുന്നു? കൺസിസ്റ്റന്റ് ആവണം, പ്രൊഡക്റ്റീവ് ആവണം, എല്ലാ കാര്യവും ഞാൻ ഇനി കൃത്യമായിട്ട് ചെയ്യും, എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കും, അങ്ങനെ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം പവനായി ശവമായി. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്ലാനും നടന്നില്ല, സമയം മാത്രം പോയി, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാട്ടോ. ജൂൺ മന്തിൽ നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് ഈ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. സമയം കഴിഞ്ഞു പോയല്ലോ, ഇനി അടുത്ത കൊല്ലം തുടങ്ങാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. ജൂൺ മന്തിൽ റീസെറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ. ജൂൺ റീസെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞു പോയി. മെയിനായിട്ട് ആ ഒരു ഗിൽട്ട് ഫീലിംഗ് നമുക്ക് വരാൻ പാടില്ല. നമ്മളിപ്പോൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺസിസ്റ്റൻസി വിട്ടുപോയി, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ എത്ര സമയം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞത്, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇരിപ്പ് ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗിൽട്ട് ഫീലിംഗ് അങ്ങോട്ട് കളഞ്ഞേക്കുക. കാരണം കഴിഞ്ഞു പോയ സമയങ്ങൾ നമുക്കിനി തിരിച്ച് പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗിൽട്ട് ഫീലിംഗ് കളഞ്ഞിട്ട് പുതിയൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ സ്വയം നമ്മൾ വിചാരിക്കുക, ഇനി വരുന്ന ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ ലൈഫിൽ ചെറിയ ചേഞ്ചസ് എങ്കിലും വരുത്താൻ പറ്റുമെന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ ആ ഗിൽട്ട് ഫീലിംഗ് അങ്ങോട്ട് മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ഇപ്പോൾ റീസെറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മളൊരു വലിയ ലിസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കും. ഒരു പുതിയ റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യും. കാലത്ത് ഞാൻ 5 മണിക്ക് എണീക്കും, വർക്കൗട്ട് ചെയ്യും, ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കും, വർക്കിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആവും, പുതിയ ഒരു കാര്യം ഞാൻ പഠിക്കും. ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കാര്യങ്ങളെല്ലാം കൂടി ചെയ്യാനായിട്ട് നോക്കും. 3 ദിവസം നമ്മൾ ചെയ്യും, 4ാമത്തെ ദിവസം തൊട്ട് നമുക്കിതെല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളത് പകുതി വഴിയിൽ ഉപേക്ഷിക്കും. പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ നമ്മുടെ ലൈഫല്ലേ, നമ്മൾ മെഷീനൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇനിയുള്ള ഈ ഒരു കൊല്ലത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ആ ഒരു ഒറ്റ കാര്യം എന്താണെന്നുള്ളത് ഇപ്പോൾ തീരുമാനിച്ചോളൂ കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നറിയോ? ഒരു ദിവസം നമ്മളിപ്പോൾ വൈകി എഴുന്നേറ്റു, നമ്മൾ 5 മണിക്ക് എഴുന്നേക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച ആളാണ് കേട്ടോ. ഒരു ദിവസം വൈകി എണീറ്റാൽ നമ്മൾ എന്ത് വിചാരിക്കും? ഇന്നത്തെ ദിവസം പോയി, ഇനിയിപ്പോൾ ഒന്നും എന്ത് ചെയ്താലും ശരിയാവില്ല, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലേ, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങാം, ഈ ഒരാഴ്ച ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ, എന്തായാലും ഇന്ന് ചെയ്തില്ലല്ലോ, അങ്ങനെ കരുതിയിട്ട് നമ്മളിങ്ങനെ ആഴ്ചകൾ ഇങ്ങനെ മാറ്റി വിടും. ദിവസങ്ങൾ ആഴ്ചകളാവും, ആഴ്ചകൾ മാസങ്ങളാവും. ഇങ്ങനെ നീങ്ങി പോയി എന്ത് പറ്റും? നമുക്ക് ആ ഒരു മാസം ഫുള്ള് പോവും. പിന്നെ നമ്മൾ വിചാരിക്കും അടുത്ത മാസം ആവട്ടെ, അടുത്ത മാസം ഇത് തന്നെ 2 ദിവസം നമ്മളത് ചെയ്യും, 3ാമത്തെ ദിവസം ഇതുപോലെ ഒരു ദിവസം മോശമായി കഴിഞ്ഞാൽ ആ ഒരു ദിവസമേ അല്ലെങ്കിൽ ആ ഒരാഴ്ച അല്ലെങ്കിൽ ആ ഒരു മാസമേ നമ്മളവിടെ ഉപേക്ഷിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യാണ്ട് പ്രോഗ്രസ് ആണ് മെയിൻ എന്ന് വിചാരിക്കുക. ഇപ്പം ഇന്ന് നടന്നില്ലേ, അല്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് നടന്നില്ലേ, കാലത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോവുക. ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ ചെയ്യണം. അല്ലാണ്ട് നമ്മളത് പാതി വഴിയിൽ പെട്ടെന്ന് അങ്ങോട്ട് പാടെ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾക്കിപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് വെച്ചാലും നമ്മുടെ ആ ജേർണി തുടർന്ന് കൊണ്ടുപോവുക. ഇപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി ആണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം നമുക്ക് ചീറ്റ് ഡേ എടുക്കേണ്ടതായിട്ട് വന്നു, നമ്മുടെ ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് വന്നു, നമുക്ക് പുറത്ത് പോകേണ്ടതായിട്ട് വന്നു, അവരുടെ കൂടെ നമ്മൾ പുറത്തു പോയി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിക്ക് ഒന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് ഡേ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് മെയിൻ തിങ്. നമ്മളുടെ ഭൂരിഭാഗം ആളുകളും ക്ഷീണിക്കുന്നത് ജോലി ചെയ്തിട്ടല്ല കേട്ടോ, കൂടുതലായിട്ട് കൺസ്യൂം ചെയ്തിട്ടാണ്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഷോർട്സ്, റീൽസ് എന്ന് വേണ്ട, നമ്മൾ കൂടുതൽ സമയവും ഈ ഒരു മൈൻഡ്ലെസ് സ്ക്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കി കളയുക. അപ്പോൾ ഈ ഒരു ജൂൺ മന്തിൽ നിങ്ങൾ റീസെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുക. നമ്മൾ കിടക്കുന്നതിന് ഒരു 30 മിനിറ്റ് മുന്നേ നമ്മൾ ഫോൺ യൂസ് ചെയ്യില്ല. അതുപോലെ എഴുന്നേറ്റതിന് ശേഷം 1 മണിക്കൂർ ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല. ഈ ഒരു 2 കാര്യം നിങ്ങൾ തീരുമാനിച്ച് നോക്കിയേ, ലൈഫിൽ ഉണ്ടാകുന്ന ഒരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് അപ്പം തന്നെ ബോധ്യമാവാനായിട്ട് തുടങ്ങും. അപ്പോൾ ജൂൺ മന്തിൽ റീസെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ശീലം മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. മൈൻഡ്ലെസ് സ്ക്രോളിങ് നമ്മൾ നല്ലോണം അങ്ങോട്ട് കുറയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു ഹാബിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുന്നുള്ളത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തുടങ്ങാന്നുള്ളത്. ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ലോ എനർജി ആയിരിക്കും, നമ്മുടെ പല പ്രശ്നങ്ങളും കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഇന്നലെ നമുക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് നമുക്ക് ലോ എനർജി ഫീൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലോ എനർജി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പുതിയൊരു റൂട്ടീൻ ഉണ്ടാക്കാം. ഇപ്പം നമ്മളൊരു 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാലത്ത് നിങ്ങൾ എഴുന്നേറ്റപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലോ എനർജി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്യാതിരിക്കാണ്ട് ഒരു 10 മിനിറ്റ് നടക്കാം. അപ്പോൾ നിങ്ങൾ ജേർണൽ എഴുതുന്ന ഒരാളാണ്, ഇന്ന് ജേർണൽ എഴുതാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ
ഒരു വരിയെങ്കിലും എഴുതി വെക്കുക. അപ്പം നമ്മൾ ലോ എനർജി ഡേയ്സിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു റുട്ടീൻ ഉണ്ടാക്കി വെക്കുക. അപ്പം നമുക്ക് അങ്ങനത്തെ ദിവസങ്ങളിൽ മുഴുവനായിട്ട് ആ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യേണ്ട വരില്ല. നമ്മുടെ ആ ഒരു ഫ്ലോയിൽ അതങ്ങോട്ട് പൊക്കോളും. നമുക്കിപ്പോൾ മെയിനായിട്ടുള്ളൊരു പ്രശ്നം, അതായത് ജനുവരി തുടങ്ങിയപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിനെ വേറൊരാളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അറിയാം, നമ്മുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ പല തരത്തിൽ പല രീതിയിൽ അവർ സക്സസ്ഫുള്ളായിട്ട് പോകണു, നമ്മൾ വിചാരിച്ച പോലെ ഒരു കാര്യങ്ങൾ നടക്കണില്ല. ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിനെ മറ്റൊരാളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം നമ്മുടെ ഉള്ളിൽ ഡീമോട്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വിചാരിക്കേണ്ട കാര്യം, അവരുടെ ചാപ്റ്റർ വേറെയാണ്, നമ്മുടെ ചാപ്റ്റർ വേറെയാണ്. അവരുടെ ജീവിതം വേറൊരു ബുക്കാണ്, നമ്മുടെ ജീവിതം വേറൊരു ബുക്കാണ്. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരാണ്ട് നമുക്ക് ഒരു കാര്യത്തിലും സക്സസ്ഫുള്ളായിട്ട് പോകാനായിട്ട് പറ്റില്ല. ഇപ്പോൾ അവരുടെ ചിലപ്പോൾ 15ാമത്തെ ചാപ്റ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. ആ ഒരു നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ അവരുടെ ഒരു ലെവലിലേക്ക് എത്തുക? സോഷ്യൽ മീഡിയയിൽ ഞാൻ പല ആളുകളുടെ, ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സിൻ്റെ ആണെങ്കിലും അവരുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ് കണ്ടാൽ നമുക്കറിയാം, ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും, അവരുടെ ലൈഫ് അവർ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അപ്പോഴേക്കും അവർ ആ ഒരു ലൈഫ് കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ അതിൽ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു സക്സസ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ മുന്നോട്ട് പോവുക. ജസ്റ്റ് ഒരു 6 മന്ത്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ ഈ കൊല്ലം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ജൂൺ മന്തിൽ നമ്മൾ പുതിയൊരു മനുഷ്യനാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റേണ്ട ആവശ്യവുമില്ല. ചെറിയ ചെറിയ ഹാബിറ്റ്സ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക, ഒരു നല്ല ഡിസിഷൻ എടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തേണ്ട ആവശ്യമുള്ളൂ. കഴിഞ്ഞ മാസങ്ങളെയൊക്കെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മാസത്തിൽ നമുക്കൊരു ചാൻസും കൂടി നമ്മൾ കൊടുത്തു നോക്കുക. അപ്പോൾ ജൂൺ മന്ത് നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് വീണ്ടും തുടങ്ങാം. അപ്പോൾ ജൂൺ മന്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, അതെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജൂൺ മന്ത് നമ്മുടെ ലൈഫിൽ ഈ ഒരു കൊല്ലത്തിൽ വലിയ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒരു നല്ല മന്തായിട്ട് തീരട്ടെ. നമുക്ക് ഒരുമിച്ച് റീസ്റ്റാർട്ട് ചെയ്യാം.